കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നല്ലോ പത്തനംതിട്ട ജില്ല. അന്ന് റാന്നിയിലൊരു കമ്മിറ്റിയും കഴിഞ്ഞ് രാത്രിയിലാണ്. അന്ന് ഇതുപോലെ ബസ് സൗകര്യമൊന്നുമില്ല. ലാസ്റ്റ് വണ്ടി വന്ന് ആ വണ്ടി അടൂര് വന്നപ്പോഴേ കേടായ വണ്ടി. അപ്പോൾ അത് ശരിയാക്കി പിന്നെ തിരിച്ച് കയ്യുണ്ടുമുക്കിലെന്ന് പറഞ്ഞ ടൈറ്റാനിയത്തിൻ്റെ മുമ്പിലാണ് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ വന്നിറങ്ങുമ്പം 11 മണി രാത്രിയായി. അങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തൊരു വയലുണ്ട്. ആ വയലിൽ വലിയൊരു വരമ്പുണ്ട്. ആ വരമ്പ് നടന്ന് വേണം വരാൻ. 1.5 കിലോമീറ്റർ നടക്കണം. അങ്ങനെ ആ വരമ്പേ കയറിയപ്പം എൻ്റെ പുറകിൽ 2 പേര് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന അവസരത്തിൽ അവർ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ട്. 2 ആണുങ്ങൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ ഇങ്ങനെ നടന്നു പോരുന്നു. ഞാൻ അതുകൊണ്ട് ശ്രദ്ധിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവന്മാർ 2 കൂടെ എൻ്റെ പുറകിന് വരികയാണ്. അപ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്തെന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കത്തില്ല. അവിടെ എങ്ങും ആരും മനുഷ്യരില്ല. 11 മണി കഴിഞ്ഞാൽ. അപ്പം ഞാൻ എന്തോ ആലോചിച്ചെന്ന് മുടി അഴിച്ചിട്ട് വെള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത്. വെള്ള സാരിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. സാരിയുടെ കുത്തം കഴിച്ചിട്ട് അപ്പം ഇളം കാറ്റിൽ സാരിയും മുടി ഇങ്ങനെ പറക്കുവാണ്. അപ്പം ഞാൻ നടന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് പാലോട് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ കാവുണ്ട്. അപ്പം ഞാൻ ആ കാവ് ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ കാവിൻ്റെ അടുത്തോട്ട് നടന്ന് നീങ്ങിയപ്പം ഇവന്മാർ അപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടടുക്കാറായി. അടുത്ത് കഴിഞ്ഞപ്പോൾ അവന്മാർ പിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കാവിലോട്ട് കയറാൻ ഞാൻ അടിച്ചിട്ട് അപ്പോൾ അവന്മാർ പറഞ്ഞു, എടാ ഇത് പാലോട്ട് കാവിലെ യക്ഷിയാന്ന് പറഞ്ഞിട്ട് അവന്മാർ തിരിച്ചു പേടിച്ചോടിപ്പോയി അവന്മാർ ഓടിക്കഴിഞ്ഞപ്പോൾ ഞാനും പിന്നെ തിരിച്ചോടി വീട്ടിൽ വന്നു.